Hello dear learners, welcome back to Summary Spot. If you are new to this channel, welcome to Summary Spot. So in this video, we are going to discuss the chapter 24 Hours in Belgium, Be My 33rd Country by Sujit Bhakthan. അപ്പോൾ ട്രാവൽ വ്ളോഗേഴ്സിന് അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ട്രാവൽ വീഡിയോസ് കാണുന്നവർക്ക് അറിയാവുന്ന ഒരു ട്രാവൽ വ്ളോഗർ ആയിരിക്കും സുജിത് ഭക്തൻ. ഹി ഈസ് എ മലയാളി കോണ്ടന്റ് ക്രിയേറ്റർ, വ്ളോഗർ, ട്രാവൽ എന്തൂസിയാസ്റ്റ് ആൻഡ് എ പ്രൊഫഷണൽ യൂട്യൂബർ സിൻസ് 2016 സുജിത് ഭക്തൻ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആവുന്നത്. സോ അദ്ദേഹത്തിൻ്റെ 24 hours ഇൻ ബെൽജിയം, 24 മണിക്കൂർ ബെൽജിയത്തിൽ, അദ്ദേഹത്തിൻ്റെ 33rd കൺട്രിയാണ് ബെൽജിയം. ആ ഒരു വീഡിയോ ആണ് നമ്മളെ സിലബസിൽ ഇപ്പോൾ ഉള്ളത്. ടെക് ട്രാവൽ ഈറ്റ് ആണ് സുജിത് ഭക്തൻ്റെ യൂട്യൂബ് ചാനൽ. അപ്പം ടെക് ട്രാവൽ ഈറ്റ്, ടെക്ക്, ട്രാവലിംഗ്, ഈറ്റിംഗ്, അപ്പം ഫുഡ്, ഹോട്ടൽ, പിന്നെ ഗാഡ്ജറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വ്ളോഗിൽ വരാറുള്ളത്. ദെൻ ഹീ ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വ്ളോഗർ ടു റിസീവ് UAE ഗോൾഡൻ വിസ. പിന്നെ കുറേ പ്രമുഖ ബ്രാൻഡ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഇതാ നിങ്ങൾക്ക് സെർച്ച് ചെയ്താലോ QR കോഡ് സ്കാൻ ചെയ്താലോ കാണാൻ പറ്റും. അപ്പോൾ ആ വീഡിയോയിൽ എന്തൊക്കെ വരുന്നതെന്ന് നോക്കാം. The video documents Sujit Bhakthan's journey to Belgium, the 33rd country he visited, highlighting the seamless borders within the Schengen area and their experiences in Kortrijk, including exploring local culture, architecture and cuisines. അപ്പം സുജിത് ഭക്തൻ്റെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ബെൽജിയം എത്തി, ഫ്രാൻസ് ബെൽജിയം ബോർഡറിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോൾ യൂറോപ്യൻ കൺട്രീസ് ഒക്കെ വിസിറ്റ് ചെയ്യാൻ ഒരൊറ്റ ഷെങ്കൻ വിസ മതി. അങ്ങനെ ഷെങ്കൻ ഏരിയ എന്നാണ് പറയുക. അപ്പോൾ അവർ തമ്മിൽ ബോർഡേഴ്സ് ഇല്ല. ഓക്കെ, മീൻസ് ഒരു മതിൽക്കെട്ടോ അങ്ങനെ ഒരു ബോർഡറോ, ഒരു വിർച്വൽ ബോർഡർ അല്ലാതെ കാണാനൊരു ബോർഡർ പോലും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു ബോർഡറിൽ നിന്നുകൊണ്ടാണ് സുജിത് ഭക്തൻ ഈ മനോഹരമായ വീഡിയോ തുടങ്ങുന്നത്. പിന്നെ കോട്രിജിലെ എക്സ്പീരിയൻസ് ആണ് പറയുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കോട്രിജ് എന്ന് പറഞ്ഞാൽ ബെൽജിയത്തിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ആണ്. അപ്പം അവിടെയാണ് അവർ എക്സ്പ്ലോർ ചെയ്യുന്നത് ആ ഒരു വീഡിയോയിൽ. So Bhakthan begins the episode with his team's arrival at Belgium-France border. അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട്. അതിൻ്റെ ഒരു ടീം ബെൽജിയം ഫ്രാൻസ് ബോർഡറിൽ എത്തുകയാണ് വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ യൂറോപ്യൻ കൺട്രീസിൻ്റെ ഒരു ബോർഡർ ഇല്ലാത്ത, ആ ഒരു ഫിസിക്കൽ ബാരിയേഴ്സ് ഒന്നും ഇല്ലാത്ത ആ ഒരു യാത്രേൻ്റെ സുഖത്തിനെ പറ്റി, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റിയൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അവർ ആ ഒരു ബോർഡറിൽ കണ്ട ഒരു സംഭവമാണ് ഹ്യൂമൻ വേസ്റ്റ്. അതിൽ പറയുന്നുണ്ട് ആൾക്കാർ അപ്പിട്ട് വെച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ക്ലീൻ അല്ല, നീറ്റ് അല്ല, ഒരു യൂറോപ്യൻ കൺട്രി അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തിട്ടേ ഇല്ല. അപ്പം അത് അദ്ദേഹത്തിന് അവിടെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളത് ബെൽജിയത്തിൽ ആ ഒരു ബോർഡറിൽ കണ്ട ആ ഒരു സീനാണ്. ഓക്കെ, പിന്നെ ബെൽജിയത്തിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഗവേണൻസിനെ പറ്റി പറയുന്നുണ്ട്. അവിടെ ഫെഡറൽ പാർലമെൻ്ററി ഗവൺമെൻറ് ആണ്, പ്രൈം മിനിസ്റ്റർ ഉണ്ട്, എന്നെ മൊണാർക്ക് ഉണ്ട്, കിങ്ഡം ഓഫ് ബെൽജിയം എന്നാണ് പറയുക. അപ്പോൾ ഒരു രാജാവ് ഇപ്പോഴും ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ബെൽജിയത്തിന് നെതർലാൻഡ്സിനോട് ഇൻഡിപെൻഡൻസ് കിട്ടിയത് 1830 ആൻഡ് ഇറ്റ് വാസ് റിക്കഗ്നൈസ്ഡ് ഇൻ 1839. ഇറ്റ് യൂസസ് യൂറോ ആസ് ഇറ്റ്സ് കറൻസി. യൂറോ ആണ് ബെൽജിയത്തിലെ കറൻസി. Kortrijk, a municipality in the Flemish province of West Flanders, is introduced as a vibrant high street area with shopping, food and restaurants. സോ ഇതൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എവിടെ പോയാലും ആ ഒരു ഏരിയയിലെ ഹൈ സ്ട്രീറ്റ്, ആ കൺട്രിയിലെ ഹൈ സ്ട്രീറ്റ് ഏരിയയിലാണ് അവർ താമസിക്കാറുള്ളത് എന്ന്. ഹൈ സ്ട്രീറ്റ് ഏരിയ മീൻസ് അവിടുത്തെ വാക്കിംഗ് സ്ട്രീറ്റും മെയിൻ മാർക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നൊരു സ്ഥലം. അപ്പോൾ ഇവിടുത്തെ ഹൈ സ്ട്രീറ്റ് ഏരിയ കോട്രിഡ്ജ് ആണ്, അവിടെയാണ് അവർ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കാർ പാർക്കിങ്ങിലൊക്കെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തൊക്കെ കാർ പാർക്കിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട്. പല പല രജിസ്ട്രേഷൻ വണ്ടികളാണ്. ഓക്കെ, അത് യൂറോപ്പിൻ്റെ ഒരു മൾട്ടി കൾച്ചറൽ എൻവയോൺമെൻ്റ് ആണ് അതിലൂടെ അദ്ദേഹം കാണിച്ചു തരുന്നത്. ആൻഡ് ദ കൺട്രി ഈസ് ഓൾസോ നോൺ ഫോർ ഇറ്റ്സ് ഇൻക്ലൂസീവ് നേച്ചർ. എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുന്നൊരു നേച്ചറാണ് കൺട്രിക്കുള്ളത്. അപ്പോൾ ഒരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് പറയുന്നുണ്ട് വീൽ ചെയർ ആക്സസിബിൾ ആയിട്ടുള്ള ബാത്റൂം ഉണ്ട്, സെക്യൂർ ബാൽക്കണി ഏരിയ ഉണ്ട് ഫോർ ചിൽഡ്രൻ. പിന്നെ അവിടെ ഇന്ത്യൻ ക്യൂസിൻസ് ഉണ്ട്, എല്ലാ ഐറ്റം ഫുഡും കിട്ടും. അപ്പോൾ ആ കൺട്രിയുടെ ഒരു ഹോസ്പിറ്റാലിറ്റി അതിനെ സൂചിപ്പിക്കുന്നുണ്ട്. ക്യൂസിൻസ് അല്ലെങ്കിൽ ഫുഡ് എന്ന് പറയുന്നത് ട്രാവൽ നാരേറ്റീവ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് തന്നെയാണ്. പിന്നെ ബെൽജിയം എന്ന് പറയുമ്പം ബെൽജിയം വേഫേഴ്സ്, ബെൽജിയം ചോക്ലേറ്റ്സ്, ഇതാണ് നമ്മൾ കേൾക്കുന്നൊരു സാധനം അല്ലേ. അപ്പം ബെൽജിയം വേഫേഴ്സും ചോക്ലേറ്റ്സും കഴിക്കാൻ വേണ്ടിയിട്ട് വിഷമമുകൊണ്ട് അവർ പെട്ടെന്ന് പോകുന്നുണ്ട്. അങ്ങനെ അവർ ബെൽജിയം വേഫിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവർ അവിടുത്തെ ഷവർമ അങ്ങനത്തെ കുറേ ഫുഡ് ഐറ്റംസ് അതിൽ കഴിക്കുന്നുണ്ട് കേട്ടോ.
The high street of Cottredge is explored in detail, emphasizing its local cultural and architectural significance. ഇപ്പോൾ കോട്ട്രിഡ്ജിൻ്റെ ഒരു ആർക്കിടെക്ചറൽ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഒക്കെ കാണിച്ചു തരുന്നുണ്ട്. ആർക്കിടെക്ചറൽ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഓൾഡ് ആർക്കിടെക്ചേഴ്സും കീപ്പ് ചെയ്തിട്ടുണ്ട്, എന്നാൽ മോഡിഫൈഡ് ബിൽഡിങ്സും ഉണ്ട്. ആർക്കിടെക്ചറിൽ നല്ല ഡെവലപ്മെൻ്റ് ഉണ്ട്, പുതിയ പുതിയ ബിൽഡിങ്സ്, മോഡേൺ ബിൽഡിങ്സ്, നല്ല സൗകര്യങ്ങൾ. ഒരു ഡെവലപ്ഡ് കൺട്രി ആണല്ലോ. അപ്പോൾ അതിനെ പറ്റിയൊക്കെ സുജിത് ഭക്തനും ഫ്രണ്ട്സും പറയുന്നുണ്ട്. സെൻറ്റ് മാർട്ടിൻസ് കത്തീഡ്രൽ അതൊരു ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ആണ്. അത് പെഡസ്ട്രൻ ഫ്രണ്ട്ലി ഏരിയ ആണ്. നടക്കുന്നവർ സൈക്കിളിൽ പോകുന്നവർ അവർക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് അവർ പോവുകയാണെങ്കിൽ അവരെ ഓവർടേക്ക് ചെയ്ത് വേറെ കാറൊന്നും പോകരുത്, അങ്ങനെയൊക്കെയുള്ളൊരു പ്ലേസാണ് അത്. അപ്പോൾ ആ സ്ഥലത്തിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ കോട്ട്രിഡ്ജിൽ ഒരു യുനെസ്കോൻ്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഉണ്ട്. അവിടുത്തെ ആർക്കിടെക്ചറൽ ഹെറിറ്റേജിനെ കാണിക്കുന്ന ഒരു എക്സാമ്പിൾ അതാണ് ബെൽഫ്രൈ ഓഫ് കോട്ട്രിഡ്ജ് എന്ന് പറഞ്ഞ സ്ഥലം. ഇറ്റ് ഈസ് നോൺ ഫോർ ഇറ്റ്സ് culinary റിച്ച്നെസ്. അവിടുത്തെ ഒരുപാട് ഫുഡുകൾ, അവിടെ കുറേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ ക്യൂസീൻ്റെ ഒരു പോപ്പുലാരിറ്റി ഒക്കെ കാണാൻ പറ്റും. ദ ടൗൺ സ്ക്വയർ എൻസർക്കിൾഡ് ബൈ ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗ്സ് സച്ച് ആസ് ദ സിറ്റി ഹാൾ ഓഫേഴ്സ് എ culinary സീൻ വിത്ത് എ വെറൈറ്റി ഓഫ് ഡൈനിങ് ഓപ്ഷൻസ്. അപ്പോൾ ദ ടൗൺ സ്ക്വയർ ഉണ്ട്, അവർ ചുറ്റും കുറേ ബിൽഡിങ്സ്, സിറ്റി ഹാള് ഒക്കെ ഉണ്ട്, പല ഫുഡ് ഐറ്റംസ് ഉണ്ട്, പല ഡൈനിങ് ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു സംസാരിക്കുന്നതിനിടയിൽ ഒരു ഡെവലപ്ഡ് കൺട്രി ആയ ബെൽജിയം പോലുള്ള കൺട്രിയും ഇന്ത്യയും തമ്മിലുള്ള കുറച്ച് വ്യത്യാസങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്, എന്നാലേ ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആ ഒരു ഫ്രീ മൂവ്മെൻറ്റ്, ബോർഡർ ഇല്ലാതെ ആ ഒരു ഷെങ്കൻ ഏരിയയിൽ അങ്ങനെ ഫ്രീ മൂവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കാര്യം. സോ ഇറ്റ് ഷോക്കേസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എ വേൾഡ് വിത്തൗട്ട് ഫിസിക്കൽ ബാരിയർ. ഫിസിക്കൽ ബാരിയർ ഇല്ലാത്ത ഒരു വേൾഡിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയൊക്കെയാണ് ആ ഒരു ബോർഡർ ഇല്ലാതെ ഒരു കൺട്രിയിൽ നിന്ന് ഒരു കൺട്രിയിലേക്ക് പോകുന്നത് കാണിച്ചു തരുന്നത്. ഒരു ബോർഡർ ചെക്കിങ്ങോ അങ്ങനത്തെ ഒരു സംഭവങ്ങളില്ല. സോ ഒരു ഫ്രീ ഓപ്പൺ വേൾഡ് വിതൗട്ട് ബോർഡേഴ്സ് ആൻഡ് ബാരിയേഴ്സ്, അതിനെപ്പറ്റിയൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. പിന്നെ അവർ സംസാരിക്കുന്ന ഒരു കാര്യം, ഇന്ത്യൻസിന് അവിടെ അങ്ങനെ കാണാൻ പറ്റുന്നില്ല, ലിമിറ്റഡ് ഇന്ത്യൻ പ്രസൻസേ ബെൽജിയത്തിലുള്ളൂ, കാരണം ഇമിഗ്രേഷൻ ഒക്കെ കുറച്ച് കോംപ്ലക്സ് ആണ് എന്നുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഫുഡിൻ്റെ കാര്യം, ഒരു സ്ഥലത്തിലെ ഫുഡ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൾച്ചറിനെ ഒക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അവർക്ക് ബെൽജിയം ക്യുസീന്, ബെൽജിയം ഫുഡ്, ബെൽജിയം വേഫിൾസ്, ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. എന്നാൽ ഇന്ത്യൻ ഫുഡിനോടും താല്പര്യമുണ്ട്. ഇപ്പോൾ ബെൽജിയൻ ഷവർമ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഷവർമ ഒക്കെ വാങ്ങി കഴിക്കുന്നുണ്ട്. So the travelers' enthusiasm for Belgian cuisine combined with their longing for Indian food emphasize the theme of culinary globalization. അപ്പോൾ culinary globalizationൽ ഈ ഫുഡിൻ്റെ ഒരു ഗ്ലോബലൈസേഷനാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ സെൻറ്റൻസസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ് സുജിത് ഭക്തൻ്റെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി നിങ്ങൾ സുജിത് ഭക്തൻ്റെ വീഡിയോ കണ്ടു നോക്കുക, അപ്പം എല്ലാം ക്ലിയർ ആവും. അപ്പോൾ അതിങ്ങനെ ഈ കുറച്ച് വേർഡ്സ് വെച്ച് കണക്ട് ചെയ്തിട്ട് ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റണം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നാൽ. ഓക്കെ, so go watch the video. That is all about the chapter 24 hours in Belgium, Be My 33rd Country by Sujit Bhaktan. So that's all. Thank you for watching.